ദേവദർശനത്തിനായി മാത്രം എത്തിയതാണ്. വേഗം തിരിച്ചു പോകേണ്ടത്. എല്ലാവർക്കും നിരാശയാണ്. ഈ രാജ്യത്തിന് കൂടി അധിപതിയായ രാജാവിന്റെ ആദ്യ വരവല്ലേ. നാട് നീങ്ങിയ വടക്കൂർ രാജാവ് നിത്യ സന്ദർശകനായിരുന്നു. വൈക്കത്തപ്പന്റെ അനുഗ്രഹം. അതെ അതെ, അനുഗ്രഹം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കുലദൈവം ശ്രീ പത്മനാഭനാണ്. ആ അനുഗ്രഹം രാജാവിന് വേണ്ടുപോളുണ്ട്. എന്നിട്ടും തിരക്കൊഴിയാൻ കാത്തു നിൽക്കാതെ ഉൾപ്രേരണയാൽ മാറ്റെത്തിയതാണ്. ഒരു വലിയ രാജ്യത്തിന്റെ അധിപനല്ലേ, തിരക്ക് കാണും. ഇത്രയേറെ ഭക്തി ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. അമ്പലത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ പോകുന്നു എന്ന് കേട്ടു. നടക്കും. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് നടന്നത്. പ്രാതൽ കഴിഞ്ഞ് നൈവേദ്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കും. ആയിക്കോട്ടെ. തിങ്കളും ശ്രീഗംഗയും മൗലിയിൽ ചൂടുന്നോരേ ശങ്കര ശങ്കര ശാന്തിക്കിര മന്മനം കാമിക്കയും ഗുഹലേനാളിക്കയും നിൻ മഹാനയനങ്ങൾക്കായിരം തിളക്കങ്ങൾ ആയിരം തിളക്കങ്ങൾ. ഇപ്പോൾ അനുഭവിക്കുന്ന മനഃശാന്തി താൽക്കാലികമോ അതോ ശാശ്വതമായി നമുക്ക് ലഭിക്കും എന്നതിന്റെ സൂചന. രമയും അങ്ങനെ മുഖം കാണിക്കാനായി പലരും എത്തിയിട്ടുണ്ട്. പഴയ രാജാവിന്റെ ആശ്രിതന്മാരായ ചില കവികളുണ്ട് കൂട്ടത്തിൽ. ആരെയും മാറ്റി എല്ലാവരെയും സത്രത്തിലേക്ക് വരാൻ പറയും. തമ്പുരാനെ നേരിൽ കണ്ട് സങ്കടം ബോധിപ്പിക്കേണ്ടവർ അങ്ങ് സത്രത്തിലേക്ക് എത്തുക. മനസ്സിലായോ? എഴുത്തും വായനയും മാത്രം ശീലിച്ചിട്ടുള്ള ഒരു പാവം ഭാര്യരാണ് തമ്പുരാനെ മുഖം കാണിച്ച് സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുവാൻ അവസരം ഉണ്ടാക്കി തരണം. ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ സത്രത്തിലേക്ക് ചെന്നാൽ എല്ലാവരുടെയും മൗനാദികൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. മുമ്പിൽ എല്ലാം, പക്ഷേ എങ്ങനെ തുടങ്ങണമെന്ന് ഒരു നിശ്ചയമില്ല. അതെല്ലാം തിരുമുമ്പിലെത്തുമ്പോൾ താനേ തോന്നിക്കൊള്ളു. ചെന്നോളൂ. സ്വാമി കൂടി സഹായത്തിനുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. തിരുമുമ്പിലെത്തുമ്പോൾ എല്ലാം താനെ തുറന്നു പറഞ്ഞുകൊള്ളു. ചെലവ് പറയാനും മറച്ചു പിടിക്കാനും